നമസ്കാരം. ദക്ഷിണ കന്നഡയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയിൽ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ്. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് നിർണായകമായ പരിശോധനകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 13 സ്പോട്ടുകൾ ആയിരുന്നു അന്വേഷണ സംഘം അടയാളപ്പെടുത്തിയത്. ആ പരിശോധന ഇന്ന് പുനരാരംഭിക്കുകയാണ്. ഒരുപക്ഷെ ആ പരിശോധന ഇന്ന് പൂർത്തിയായേക്കും എന്നുള്ളതാണ് വിവരം. അങ്ങനെയെങ്കിൽ കൂടുതൽ ഇടങ്ങൾ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമോ? ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വളരെ വേഗത്തിൽ. ആലപ്പുഴ പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. വീടും സ്ഥലവും വിറ്റ് നൽകാമെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചിരുന്നതായി റിട്ടയേർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ന്യൂസ് 18നോട്. കാണാതായ ഐഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് എലിസബത്ത്. അതേസമയം വീട്ടുവളപ്പിൽ സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് തെളിവെടുക്കും. ധർമ്മസ്ഥലയിൽ ഇന്നും തെരച്ചിൽ തുടരും. 6ാം ദിവസത്തെ തെരച്ചിൽ 11ാം പോയിന്റിൽ. ഇതിനിടെ 6ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മനുഷ്യ അസ്ഥികൂടത്തിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. മറ്റെല്ലായിടത്തും യെല്ലോ അലർട്ടുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തെക്കൻ കേരളത്തിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ BJPയോടെ ഇടഞ്ഞ് പരിവാർ സംഘടനകൾ. പരസ്യ വിമർശനവുമായി ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും. BJP അല്ല രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ പറഞ്ഞത് എന്ന് സ്വാമി ചിദാനന്ദപുരിയുടെ വിശദീകരണം. അമിത്ഷായുടെ ഇടപെടലിനെ ചൊല്ലി സഭയ്ക്കുള്ളിലും തർക്കം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകി. വിഷയത്തിൽ ചർച്ചയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദങ്ങളടക്കം ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് അത്താഴ വിരുന്ന് നൽകി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ വീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ച് ഗവർണർ. നിയമനം റദ്ദാക്കണമെന്ന സർക്കാർ ആവശ്യം ഗവർണർ തള്ളി. സ്ഥിരം VCമാരെ 1 മാസത്തിനുള്ളിൽ നിയമിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷൻ അംഗീകരിക്കും വരെ സിൻഡിക്കേറ്റ് ചേരില്ല എന്നും സൂചന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസിന്റെ മറുപടി ഇന്ന്. ഫേസ്ബുക്ക് പോസ്റ്റ് സർവീസ് ചട്ടലംഘനമാണെന്ന് അന്വേഷണ സമിതി. വിശദീകരണം തൃപ്തികരമെങ്കിൽ മറ്റ് നടപടികൾ ഉണ്ടാകില്ല. ഉപകരണം കാണാതായതിൽ വകുപ്പ് തല അന്വേഷണം തുടരുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സഹോദരൻ PK ബുജൈറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിരോധത്തിലായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ഫിറോസിന്റെ രാജിക്കായി സമ്മർദ്ദമേറുകയാണ്. തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സഹോദരനു വേണ്ടി താനോ കുടുംബമോ ഇടപെടില്ല എന്ന് ഫിറോസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സിനിമ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകൾ ആയതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ പണം നൽകരുത് എന്നുമായിരുന്നു അടൂരിന്റെ വിവാദ പരാമർശം. വിമർശനവുമായി മന്ത്രി R ബിന്ദു രംഗത്ത്. ഒരു പരിശീലനവും ഇല്ലാതെ അനേകം മനുഷ്യർക്ക് സിനിമ ചെയ്യാമെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർക്കും സിനിമ ചെയ്യാമെന്ന് ഡോക്ടർ ബിജു. അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കനക്കുകയാണ്. നടിമാരുടെ മൊഴികൾ കുക്കു പരമേശ്വരൻ ചിത്രീകരിച്ചത് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന ആരോപണം ആണ് ശക്തമാകുന്നത്. നടിമാരായ പൊന്നമ്മ ബാബു, ഉഷ, പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുക്കുവിനെതിരെ ഉണ്ടാകും എന്നാണ് സൂചന. നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലും ഇന്ന് ചിത്രം വ്യക്തമാകും. സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളിയേക്കുമെന്നാണ് സൂചന. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണ് എന്ന് വൈറ്റ് ഹൗസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ പറഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ്
ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയുടെ രൂക്ഷ വിമർശനം. ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ? ആദ്യം നമ്മൾ ആലപ്പുഴയിലെ തിരോധാന കേസുകളുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്കാണ്. കേസുകളിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായുള്ള വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെ വീടും സ്ഥലവും വിറ്റു നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റിട്ടയേർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ആണ് ന്യൂസ് 18നോട് പറഞ്ഞത്. കാണാതായ ഐഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് ഈ എലിസബത്ത്. റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഈ അധ്യാപികയുടെ പ്രതികരണം. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യനെ കാണാറുണ്ട് എന്നും JCB ഉപയോഗിച്ച് പുരയിടം കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും എലിസബത്ത് ജേക്കബ് ന്യൂസ് 18നോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ശാസൻ കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ, അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവുകയും ചെയ്ത് അയാൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ സമീപിച്ചതാണ് സ്ഥലം പിന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. റോഡ് സൈഡിൽ ഇതിന് പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് സേനയില്ലേ, അതുകൊണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും വരെയും നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരുന്നതുകൊണ്ട് അയാൾ ഉടായിപ്പാണെന്നുള്ളത് നമ്മുടെ സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് വസ്തു വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു അവർ തന്നെ സ്ഥിരീകരിക്കും. ആവശ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. രാത്രി കാലങ്ങളിലും വരും. ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ട്. ഇയാളെ നേരത്തെ സെബാസ്റ്റ്യനെ നേരത്തെ കണ്ടിട്ടുണ്ട്. സെബാസ്റ്റ്യനെ ഞാൻ ഇവിടെ വന്ന് സ്ഥലം ചോദിക്കുന്നതിന് ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സെബാസ്റ്റ്യനെ കാണുന്നത് അയാൾ അവരുടെ വീടിൻ്റെ അരപ്രൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അരപ്രൈസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അവരുടെ പുരയിടത്തിൽ പിന്നെ വേരൊക്കെ തെങ്ങിൻ്റെയും മരത്തിൻ്റെയൊക്കെ വേര് മാന്തിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് നോക്കാൻ പോയതാണ് അയൽവാസി എന്ന നിലയിൽ. അന്നേരം അയാൾ ചോദിച്ചു എന്നോട് എന്താ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല ഇത് അതൊന്നും എന്താണ് ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് വരാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് വേറെ ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇത് പോരുകയും ചെയ്തു. അങ്ങനെയാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്, ഫസ്റ്റ് ചോദിച്ചപ്പോൾ ചോദിച്ചു പേരെന്താണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്, പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു. അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇയാളെ ശരിയല്ല, അടുപ്പിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അതായത് ഇത്തരത്തിൽ പല ആളുകളെയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ. ടീച്ചർ ആകെ കണ്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം അവിടെ ആ വീടിന്റെ മുന്നിൽ അരപ്രൈസിൽ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ടീച്ചറുടെ അടുത്തേക്ക് ആ ഒരു സംഭാഷണത്തിന് ശേഷം പിന്നീട് ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നത് ഇവിടുത്തെ സ്ഥലം മാറി, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്ത് പുതിയ വീട് സ്ഥലവും വാങ്ങിത്തരാം, ഇത് വിൽപ്പന നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറെ സമീപിക്കുമായിരുന്നു. ടീച്ചറും അന്ന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇയാളുടെ നീക്കങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഓരോ അനുഭവങ്ങളും. ചേർത്തല ശാസ്താംകവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ തന്നെയാണ് ചേരുന്നത്. ശരണ്യ, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ നമ്മൾ തുടക്കം മുതൽ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കഴിയുന്നത്ര ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ആളുകളുമായി ബന്ധം പുലർത്താത്ത സ്ത്രീകളെയൊക്കെ ആണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായി ഇടപെടുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ അത് പുറത്ത് അറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യില്ല എന്നൊരു സാഹചര്യം ആണ് സെബാസ്റ്റ്യന് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന സൂചനയൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ശരണ്യ തന്നെ റോസമ്മയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിട്ടയേർഡ് അധ്യാപികയുടെ പ്രതികരണം വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ശരണ്യ?
അഭിലാഷ്, വളരെ നിർണായകമായിരുന്നു ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മ എന്ന വ്യക്തിയുടെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. നമുക്കറിയാം, ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കണക്ട് ചെയ്യാതെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് റോസമ്മ എന്ന വ്യക്തി, അതായത് ഐഷയുടെ അയൽവാസിയായ അടുത്ത സുഹൃത്തും ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനെ വിവാഹം കഴിക്കാൻ തക്ക അടുപ്പം സെബാസ്റ്റ്യനുമായി വിവാഹം വരെ എത്തി നിൽക്കുന്ന അത്ര അടുപ്പം സെബാസ്റ്റ്യനുമായി ഉണ്ടാവുകയും ചെയ്തിരുന്ന റോസമ്മ ന്യൂസ് 18 മുന്നിലേക്ക് വരുന്നത് നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് അന്നുണ്ടായത്. അതായത് സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഐഷയുടെ വീടിന്റെ പുരയിടം അത് രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത്. പല തവണ ഐഷ തന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, മിസ്സിംഗ് ആയതിനു ശേഷം വിളിച്ചിരുന്നു. വിളിച്ച ഘട്ടത്തിലൊക്കെ തന്നെയും ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മിണ്ടാതിരുന്നു എന്നുള്ള വിവരവും ഒക്കെ വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സംശയാസ്പദമായി റോസമ്മ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് താൻ നാട്ടിലേക്ക് പോയ ഒരു ദിവസം മുഴുവൻ ഐഷയും സെബാസ്റ്റ്യനും തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്റെ പുരയിടം, അതായത് പുതുതായി വാങ്ങിയ പുരയിടം JCB ഉപയോഗിച്ച് കിളച്ചിരുന്നു എന്നുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. താൻ പറഞ്ഞിട്ടല്ല അത് ചെയ്തത്, ചോദിച്ചപ്പോൾ ആരെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ വരുവാണെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നുള്ള വ്യക്തമാക്കി. അന്നത്തെ ദിവസം തന്നെ ഐഷയും സെബാസ്റ്റ്യനും നമ്മൾ ഇടപെടൽ കാരണം ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനായി ഇരുന്ന ആളുകളാണ്. അതൃപ്തി ഇവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും വർഷങ്ങൾക്കിപ്പുറവും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഐഷയുടെയും റോസമ്മയുടെയും തൊട്ട അയൽവാസിയായ ഐഷയുടെ വീടിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ കണ്ട റിട്ടയർഡ് അധ്യാപികയായ എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് സെയിം മോഡസ് ആണ്, മറ്റ് കേസുകളോട് അതേ രീതിയിൽ തന്നെയാണ് സെബാസ്റ്റ്യൻ ഇവിടെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയതാണ്, അദ്ദേഹവും സർക്കാർ ജീവനക്കാരനായിരുന്നു. ടീച്ചർ ആ ഘട്ടത്തിൽ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. റിട്ടയർഡ് അധ്യാപികയായ ടീച്ചറെയാണ് ഈ 2012 കാലയളവിൽ സെബാസ്റ്റ്യൻ സമീപിക്കുന്നത്. ടീച്ചർ പറഞ്ഞത് ആദ്യമായി സെബാസ്റ്റ്യനെ കാണുന്നത് ഈ റോസമ്മയുടെ വീടിന്റെ മുന്നിൽ കൂടിയുള്ള വഴിയിലൂടെ നേരെ കാണുമ്പോൾ അവിടെ ആ റോസമ്മയുടെ വീട്ടിൽ നിന്നാൽ തന്നെ ടീച്ചറുടെ വീട് നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടിപ്പുറത്താണ് പുതിയതായി ഐഷ വാങ്ങി, അതായത് ഐഷ സ്ഥലം എഴുതുന്നതിന് മുമ്പ് തന്നെ ഐഷയുടെ ബന്ധുവിന്റെ സ്ഥലമായതുകൊണ്ട് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും വീടിന്റെ നടുക്കായാണ് ഈ നമ്മളോട് ഇപ്പൊ സംസാരിച്ച എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക താമസിക്കുന്നത്. ആ അധ്യാപികയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ടീച്ചറും അവിടെ അന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഈ ടീച്ചർ അസ്വാഭാവികമായി, അതായത് ഈ റോസമ്മയുടെ പുരയിടത്തിൽ അസ്വാഭാവികമായി കുഴിയെടുത്ത് JCB ഉപയോഗിച്ച് കുഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ടീച്ചർ അവിടെ ചെന്ന് ചോദിക്കുന്നത്, ഇത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ വീടിന്റെ അരപ്രൈസിൽ സെബാസ്റ്റ്യൻ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയത്. മാത്രമല്ല സെബാസ്റ്റ്യൻ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ടീച്ചർ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ JCB ഉപയോഗിച്ച് മരത്തിന്റെ കുറ്റികൾ പിഴിയുകയാണ് എന്നുള്ള മറുപടിയാണ് അയാൾ നൽകിയതാണ്. പക്ഷേ ടീച്ചർ പറഞ്ഞത് ഒരു അസ്വാഭാവികമായ ഒരു രീതിയിലാണ് അത് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുകയാണ്. അതായത് ടീച്ചർ പറഞ്ഞത് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഇയാൾ ടീച്ചർ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ അതിനകത്ത് ടീച്ചർക്ക് ഒരു അതൃപ്തി തോന്നി ടീച്ചർ മടങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുന്ന ഇയാൾ വ്യക്തമാക്കുന്നത് ടീച്ചർക്ക് പുതിയൊരു ഓഫർ ഇയാൾ വെക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ടീച്ചറെ കുറിച്ച് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് മരിച്ചുപോയി, ടീച്ചർക്കും അത്തരത്തിലുള്ള വരുമാനങ്ങളും ഒക്കെയുള്ള ആളാണ്, രണ്ടുപേരും റിട്ടയർഡ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള ഒരു അധ്യാപിക കൂടിയാണ്. അവരുടെ വീട്ടിലേക്കാണ് സെബാസ്റ്റ്യൻ ചെന്നിട്ടാണ് പറയുന്നത്, ടീച്ചറിനോട് പറയുന്നത്, ടീച്ചർ എന്തിനാണ് ഇവിടെ വഴി പ്രശ്നമൊക്കെ ഉള്ള സ്ഥലത്ത്, കാരണം ഈ റോസമ്മയുടെ ഒക്കെ പുരയിടം കഴിഞ്ഞു വേണം ഇങ്ങോട്ട് വരാൻ, അപ്പൊ ആ പ്രശ്നമുള്ള ടീച്ചർ ഇത്ര അസൗകര്യത്തിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ, ടീച്ചർക്ക് ഞാനൊരു പുതിയ സ്ഥലം വാങ്ങി നൽകാം, ഈ പുരയിടം എടുത്തിട്ട് മറ്റൊരു പുതിയ സ്ഥലം ടീച്ചർക്കായി വാങ്ങി നൽകാം. സെയിം റോസമ്മയെ സമീപിച്ചത് അങ്ങനെ തന്നെയാണ്. ബിന്ദു പത്മനാഭനെ ഈ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ് ബിന്ദുവിന്റെയും വിശ്വസ്തനായി ഇയാൾ മാറുന്നത്. അതേ മോഡസിൽ തന്നെയാണ് ഈ അധ്യാപികയും സമീപിച്ചത് എന്നുള്ളത് ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇയാൾ പറഞ്ഞൊരു സ്വാധീനിക്കാൻ വേണ്ടി പറഞ്ഞ വിശ്വാസിയൊക്കെ കൂടിയായ ടീച്ചറോട് പറഞ്ഞു, ഹൈവേയുടെ സൈഡിൽ പള്ളിപ്പുറത്തെ പള്ളിയോട് ചേർന്ന് ടീച്ചർക്ക് ഈ നല്ല ഭൂമി വാങ്ങി നൽകാം എന്നുള്ള ഒരു ഓഫറായിരുന്നു ഇയാൾ വെച്ചത്. പിന്നീട് ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ ടീച്ചർക്ക് ഏകദേശം ഇയാളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം റോസമ്മയുടെ വീട്ടിൽ ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാത്രിയും പകലും ഒക്കെ വന്നു പോയിരുന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ടീച്ചർ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ഇയാള് വളരെ മോശക്കാരനാണ്,
കാരണക്കാരനായ ഒരാളാണ് എന്ന് മനസ്സിലാക്കി തുടർന്ന് ടീച്ചർ ആ വന്ന ഘട്ടത്തിൽ തന്നെ ഇയാളെ ഒഴിവാക്കി വിടുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇരകളെ അപ്രോച്ച് ചെയ്യുന്ന അതേ രീതിയിൽ ടീച്ചറെയും ഇയാൾ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ റിട്ടയർഡ് അധ്യാപികയുടെ വാക്കുകൾ. അഭിലാഷ്. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതായത് സെബാസ്റ്റ്യൻ എന്നത് വളരെ കൃത്യമായി സെബാസ്റ്റ്യൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളെ അടക്കം ഈ ചതിക്കുഴിയിലേക്ക് ചാടിച്ചിട്ടുള്ളത് എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പോലീസിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരണ്യ, ഇനിയിപ്പോൾ നിർണായകമാകുന്ന പരിശോധനകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ മിസ്സിംഗ് കേസുകൾ എല്ലാം തന്നെ കണക്ട് ചെയ്യാനാണ് പോലീസ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യനെ ഈ ഇടങ്ങളിൽ ഒക്കെ എത്തിച്ച് തെളിവെടുക്കുവാനുള്ള ശ്രമം. അതേസമയം സെബാസ്റ്റ്യന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹ രോഗം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടല്ലോ. അപ്പോൾ ഇനി അന്വേഷണ സംഘത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഏത് നിലയിലാകുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അഭിലാഷ്, നമ്മളെ പുറത്തുവിട്ട നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയ റോസമ്മ എന്ന സ്ത്രീ നമ്മളോട് അവർ ഈ വിശദമായി ഇത്രയും കാര്യങ്ങൾ അപ്പോൾ പോലും ഒരു ഘട്ടത്തിലും സെബാസ്റ്റ്യനെ വളരെ സ്ട്രോങ് ആയി ഈ ഐഷയുടെ തിരോധാന കേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമീപനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു റോസമ്മയുടേത് എന്നുള്ളതാണ്. നമ്മൾ റോസമ്മയോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും റോസമ്മയിൽ നിന്ന് വിവരം തേടിയിട്ടുണ്ട്. ഈ കേസുകൾ, ഈ തിരോധാന കേസുകളിലൊക്കെ ഏറ്റവും സെബാസ്റ്റ്യൻ എന്ത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു പിക്ചർ നൽകുന്ന ഒരാളാണ് റോസമ്മ. ഈ കേസിനകത്ത് ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് റോസമ്മ എന്നുള്ളതാണ്. അത് കൂടാണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റിട്ടയർഡ് അധ്യാപിക, അവരുടെ തൊട്ടടുത്ത് തന്നെയുള്ള റിട്ടയർഡ് അധ്യാപികയുടെ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇവരൊക്കെ തന്നെ ഈ കേസിൽ സഹായിക്കും. അന്വേഷണ സംഘം ഇതിനെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം ഒരു വാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന ഒരു കേസുകളാണ് ബിന്ദു പത്മനാഭൻ തിരോധാനമാണെങ്കിലും ഐഷ കേസുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്പം വഴി തുറക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ എല്ലാ കേസുകളുടെയും പ്രശ്നം കാലപ്പഴക്കം തന്നെയാണ്. 2012 ഐഷയെ കാണുന്നില്ല എന്ന് പറഞ്ഞ തിരോധാന കേസ് ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവരുടെ മുമ്പിൽ ബിന്ദു പത്മനാഭൻ എന്നൊരു കേസേ ഇല്ല എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ 2006 മുതൽ മിസ്സിംഗ് ആയ ബിന്ദു പത്മനാഭനെ കുറിച്ച് സഹോദരൻ പരാതി നൽകുന്നത് 2017 അപ്പൊ അത്രയും കാലയളവിൽ സുരക്ഷിതനായിരിക്കുകയും ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാനാകുമെന്ന് കൃത്യമായി സാമ്പത്തിക ശേഷി ഉൾപ്പെടെ ബിന്ദുവിന്റെ സ്വത്തുക്കൾ വിറ്റ് സാമ്പത്തിക ശേഷി ഉൾപ്പെടെ കൈവരിച്ച സെബാസ്റ്റ്യൻ പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ നാർക്കോ അനാലിസിസ് ടെസ്റ്റിലേക്ക് വിധേയനാക്കണമെന്ന് അന്വേഷണ സംഘം പറഞ്ഞ സമയത്ത് പോലും അയാൾ കൃത്യമായി കോടതിയെ സമീപിച്ച് തനിക്ക് അനാരോഗ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പിടിവള്ളി ജൈനമ്മ കേസാണ്. നമ്മളോട് കഴിഞ്ഞ ദിവസം ജ്വല്ലറി ഉടമ വെളിപ്പെടുത്തിയതുപോലെ തന്നെ കൃത്യമായി സെബാസ്റ്റ്യൻ വന്ന് വിറ്റു, സെബാസ്റ്റ്യൻ തന്നെ നേരിട്ട് വന്ന് വിറ്റു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അയാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിടുകയും ചെയ്തു. ആ ജ്വല്ലറി ഉടമ പറഞ്ഞ നിർണായകമായ കാര്യങ്ങൾ ജൈനമ്മ 24-നും മിസ്സിംഗ് ആകുന്ന 24-നും 30-നും ഇടയിൽ എത്തിയെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സെബാസ്റ്റ്യന്റെ വീടാണ്. ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സെബാസ്റ്റ്യനുമായി എത്തും, നിർണായകമായ വിവരങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. വീടിനകത്ത് ഒരു മുറി മാത്രം ടൈൽ ഉപയോഗിച്ച് മറ്റു മുറികളെല്ലാം ടൈലാണ്, ഒരു മുറി മാത്രമാണ് ഈ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് മാറ്റിയിട്ടുള്ളത്. ആ മുറിയിലടക്കം പരിശോധനയുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കാനായി പോലീസ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നുണ്ട്. കാരണം NCSSന്റെ സഹായത്തോടു കൂടി അവരുടെ ഒരു സ്കാനേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 25 മീറ്റർ താഴത്തേക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി തന്നെ 25 മീറ്റർ താഴത്തേക്ക് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടുള്ള പരിശോധനയ്ക്കൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം ഒരുപക്ഷെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ NCSSനെ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുന്ന രണ്ടാമത്തെ കേസാണ് കേരളത്തിലെ തന്നെ. കാരണം ആദ്യം ഇതുപോലെ തന്നെ പള്ളിപ്പുറത്ത് ഒരു മിസ്സിംഗ് കേസായിരുന്നു, ഒരു 15 വയസ്സുകാരന്റെ. അതിനുശേഷമാണ് ഈ കേസിലേക്ക് വരുന്നത്. പിന്നെ ഇതിലൊരു സ്കോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട് ഭയങ്കരമായി സംശയാസ്പദമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ അവർ പരിശോധിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്നുള്ള കോൺഫിഡൻസ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ പള്ളിപ്പുറം തിരോധാന കേസുകളിൽ ഇന്ന് മുഖ്യപ്രതി സെബാസ്റ്റ്യനുമായി ഇവിടേക്ക് എത്തും. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ കോമ്പൗണ്ടിലാണ്. അത് തന്നെ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പഴക്കമുള്ളവയാണ്. എന്തായാലും അത് ആ അടുത്ത നിമിഷങ്ങൾ തന്നെ, വരും മണിക്കൂറുകൾ തന്നെ നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനാകും. തീർച്ചയായും അത് തന്നെയാണ് പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുക്കുന്നു. ആ സെബാസ്റ്റ്യനെ എത്തിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കൃത്യമായ ഡേറ്റകളും വിവരങ്ങളും ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യും. പാറശാലയിലെ ഷാരോൺ എന്ന യുവാവിനെ കഷായത്തിലും ജ്യൂസിലുമെല്ലാം വിഷം കലർത്തി കൊടുത്ത് കൊല നടത്തിയ ഗ്രീഷ്മ, ആ ഗ്രീഷ്മയുടെ
മുഖവും ചിത്രവും ഒന്നും നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. കോതമംഗലത്ത് കാമുകനെ വിഷം കൊടുത്തു കൊന്ന കേസ് ഈ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ഈ കേസിന് പാറശാലയിലെ ഷാരോൺ രാജ് കൊലക്കേസും തമ്മിൽ ഏറെ സാമ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കാമുകിയെ വിശ്വസിച്ച് കളനാശിനി കലർത്തിയ പാനീയം കുടിക്കുകയായിരുന്നു പാറശാലയിൽ ഷാരോൺ ചെയ്തത്. കോതമംഗലത്ത് അൻസലിനും ഏതാണ്ട് ഇതേ തരത്തിൽ തന്നെയാണ് ജീവൻ നഷ്ടമായത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുവെങ്കിലും കേരളം അറിയാതെ പോയ ഷാരോണിന്റെ കുടുംബത്തിന്റെ ദൈന്യത നിറഞ്ഞ ജീവിതകഥ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. കേരളത്തെ ഞെട്ടിച്ച പാറശാലയിലെ ഷാരോൺ രാജിന്റെ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള കാമുകി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ച ശേഷവും ഷാരോണിന്റെ നീറുന്ന വിങ്ങുന്ന ഓർമ്മകൾ പേറി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഒരു കുടുംബം ഇപ്പോഴും പാറശാലയിലെ സമുദായമുക്കിലുണ്ട്. എല്ലാ ദിവസവും തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന പരസ്പരം പങ്കുവെച്ചുകൊണ്ട് വേദന ഉള്ളിലൊതുക്കി വിങ്ങുന്ന ഹൃദയവുമായി കഴിയുന്ന ജയരാജും ഭാര്യയും അവർ കേരള മനസാക്ഷിയുടെ മുഴുവൻ നോവായി മാറുന്ന ഒരു സാഹചര്യം അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സമാനമായ മറ്റൊരു വാർത്ത കോതമംഗലത്ത് നിന്നും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത്. ഇപ്പോൾ ജയരാജ് എന്നോടൊപ്പം ചേരുന്നു. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ആരോഗ്യസ്ഥിതി? ആരോഗ്യസ്ഥിതി ഇപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെ. എനിക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു സൈഡ് സ്റ്റോക്കായി പോയി, മൊത്തം വലത് സൈഡ്. അതിന്റെ ചികിത്സ നടക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്ത് വാർത്തകൾക്ക് വേണ്ടി പലപ്പോഴും നിങ്ങളുടെ പ്രതികരണവും ഈ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിങ്ങളുടെ ഒരു അതിനോടുള്ള ഒരു നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാനൊക്കെ അമ്മയൊക്കെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പലപ്പോഴും ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിന്റെ മറ്റ് സാഹചര്യങ്ങളെപ്പറ്റി പുറം ലോകത്തിന് ഒന്നും അറിയില്ല. നിലവിൽ എങ്ങനെയാണ് ഈ കുടുംബം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്? ഞങ്ങളുടെ ജീവിതം വല്ലാത്ത കഷ്ടത്തിലുള്ള ജീവിതമാണ്. ഞങ്ങളങ്ങനെ ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിൽ ജീവിക്കുന്നു. മരണമാണ് ഞങ്ങളെ മുന്നിലുള്ളത്, വേറെ ഒന്നുമില്ല. ആ കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോണത്. പിന്നെ മറ്റുള്ളവരെ മുമ്പ് ഞങ്ങൾ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് ന്യായമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. നേരത്തെ ഈ വീട്ടിലൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അത് എന്താണ് അതിന്റെ നിലവിലെ അവസ്ഥ വളരെ മോശമാണ്. അടച്ചു തീർത്തേ പറ്റൂ. ബാങ്കിലെ ബാധ്യതയുണ്ട്. ഒത്തിരി നല്ല എമൗണ്ട് ഉണ്ട്. അത് ജപ്തിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം. ജപ്തിയിലേക്ക് നീങ്ങി അതിനെ മുത്തൂറ്റ് വഴി അതിനെ ജപ്തി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലോണായിട്ട് പോകുന്നുണ്ട്, അടച്ചു പോകുന്നുണ്ട്, കഷ്ടപ്പെട്ട് അടച്ചു പോകുന്നുണ്ട്. കേരള ബാങ്കിൽ നിന്നാണ്. കേരള ബാങ്കിൽ നിന്ന്. അത് ഒരു വർഷമായി. ഒരു 6 മാസത്തിന് മുമ്പ് മോന്റെ കേസ് ജനുവരി 20-ാം തീയതി ആയിരുന്നു കേസിന്റെ വിധിയായിരുന്നു. അതിനും ഒരു 2-3 മാസത്തിന് മുമ്പ് വീടും സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുത്തൂറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചടച്ചോണ്ടിരിക്കുകയാണ്. ഷാരോന്റെ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? അവന് ആയുർവേദമാണ്. എനിക്ക് ബാക്കി പറയാൻ എനിക്ക് പറ്റില്ല. ഇപ്പം വിദേശത്താണല്ലേ? മോൻ ഇവിടെ ഇല്ല. മോന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കിട്ടുന്ന ബാക്കി ബാലൻസ് എന്തെങ്കിലും കൊടുക്കണതിനെ വെച്ച് ലോൺ അടച്ചു പോവുകയാണ്. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടത്തിലാണ്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്. ഞങ്ങളിങ്ങനെ പോകണം. എനിക്ക് വണ്ടി ഓടാനൊന്നും പറ്റില്ല. അങ്ങനെ കാല് ഒരു സൈഡ് മൊത്തം സോക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഇരുന്നിട്ട് മോനെ കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങനെ ജീവിച്ചു പോകണം. വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ നിങ്ങൾ നോക്കി? അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. ഞങ്ങളെ നിയമത്തിൽ കറക്റ്റായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ മോന്റെ കേസ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള 100% പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കഴിഞ്ഞ ദിവസം ഇതേപോലെ സമാനമായൊരു സംഭവം കോതമംഗലത്തും ഉണ്ടായി. ഇതുപോലെ തന്നെ കളനാശിനി പെട്ടെന്ന് സമാനമായ കേസെന്ന് പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല.
ഇത് ഈ ഗ്രീഷ്മ അന്ന് ചെയ്ത ഒരു പ്രവൃത്തി മറ്റേതോ ആളുകൾക്ക് കൂടി ഈ കുറ്റകൃത്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതൊരു ഒരു പ്രചോദനമാകുന്ന തരത്തിലേക്ക് മാറിയെന്ന് തോന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ. ഈ സംഭവം ശ്രദ്ധിച്ചിരുന്നു ഈ കാര്യം? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ എപ്പോഴും വാർത്ത കേൾക്കുക എന്നുള്ളതാണ്. ചാനൽ കാണുക, വാർത്ത കേൾക്കുക, കേസുകളെ കുറിച്ച് അറിയുക. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയില്ല സംസാരിക്കാൻ. അപ്പം നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അമ്മയാണ്, ഷാരോന്റെ അമ്മയാണ് ജോലിക്ക് പോകുന്നത്? അമ്മയാണ് ഇപ്പോൾ ജോലിക്ക് പോണത്. ആ തുച്ഛമായ വരുമാനത്തിൽ തുച്ഛമായ പൈസ കൊടുത്ത് വീട്ടിലെ കാര്യം നടത്തി. പലിശ ബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ട്. ഈ കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ മറ്റാരെങ്കിലും സഹായിക്കുമായിരുന്നോ? ഇല്ല, ഞങ്ങൾ ന്യായമായ രീതിയിലല്ലേ പോയത്. ഞങ്ങൾ വളർന്ന വഴി ഒന്നും പോയിട്ടില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. കേസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും പോണത്. ഒന്നും സംഭവിക്കില്ല. കോടതി വിധി ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഈ ഗ്രീഷ്മ എപ്പോഴേലും നിങ്ങളെ കാണുമോ, മാപ്പ് പറയാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു മാപ്പുമായിട്ട് വന്നാലും അത് അങ്ങനെ വന്നാലൊന്നും പരിസരത്ത് പോലും വരാൻ അനുവദിക്കില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല? ഞാൻ കോടതി വെച്ച് കണ്ടതാണ്, അല്ലാതെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലേ? ഈ മകൻ പറഞ്ഞുള്ള അറിവേ? മകൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വധശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും? ആ ഒരു തീരുമാനത്തിലാണ്. ഞങ്ങൾക്ക് ഇനി ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മകന് വേണ്ടി. ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടാകാനുണ്ടായ കാരണം ഇവരെ പഠിപ്പിച്ചതിന്റെ പേരിലായിരുന്നു? മക്കളെ ആവശ്യത്തിന് പഠിത്തത്തിന് വേണ്ടി തന്നെ. നിങ്ങൾ എന്ത് ജോലിയാണ്? ഓട്ടോറിക്ഷ ഓട്ടിക്കായിരുന്നു. നൈറ്റ് വാച്ച്മാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് ഇവരെ രണ്ടുപേരെ പഠിപ്പിച്ചത്? മക്കളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊന്നും ഈ അച്ഛനോട് ചോദിക്കുന്നില്ല, കാരണം അത് അനൗചിത്യമായി പോകും. അദ്ദേഹത്തിന്റെ ആ തുളുമ്പുന്ന കണ്ണീരിൽ ആ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹം എത്രത്തോളമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ കുടുംബത്തിന്റെ ഇന്നുവരെ കേരളം കേൾക്കാത്ത ഏറ്റവും വേദന നിറഞ്ഞ, ധൈര്യം നിറഞ്ഞ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പാടുപെടുന്ന ഏറ്റവും പ്രയാസകരമായൊരു, ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മളോട് അവരിന്ന് പങ്കുവച്ചേക്കുന്നത്. ഇത് ആരും അറിയുകയോ ഇതിൻ്റെ പേര് ഞങ്ങൾക്കൊരു സഹായമോ ഒന്നും വേണ്ട, അത് വാർത്തയാക്കാനാണെങ്കിൽ അത് എടുക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് ആദ്യം അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഷാരോൺ രാജിൻ്റെ കുടുംബം, ആ കുടുംബത്തിൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ അവസ്ഥ, അതും മലയാളികൾ, നന്മയുള്ള മനസ്സുള്ള മലയാളികൾ അറിയേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. യെസ്, എന്തായാലും ഗ്രീഷ്മയുടെ ആ ചതി അത് മലയാളികൾ ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ പോലും മടിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. അങ്ങനെയൊരു കൊലപാതകം നടന്നു. ഏതാണ്ട് അതിന് സമാനമാകുന്ന തരത്തിൽ തന്നെയുള്ള മറ്റൊരു കൊലപാതകം ആണ് കോതമംഗലത്ത് നടന്നത്. അതിൽ പ്രതി ആയിട്ടുള്ള അതിഥി കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്, താൻ വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു എന്ന്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഷാരോണിൻ്റെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ എത്തിയത്. നേരത്തെ നമ്മൾ ആലപ്പുഴയിലെ ദുരൂഹതയെക്കുറിച്ചാണ് സംസാരിച്ചത് എങ്കിൽ അതിലേറെ ദുരൂഹതയുണ്ട് ധർമ്മസ്ഥലയിൽ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ തെരച്ചിലിന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ്
റഡാർ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കിയ ആക്ഷൻ കൗൺസിൽ. ഇതുപയോഗിച്ച് സാക്ഷി ചൂണ്ടിക്കാണിച്ച മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കണമെന്നാണ് ആവശ്യം. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ സാക്ഷിക്ക് ഭീഷണിയുണ്ട് എന്ന ആരോപണങ്ങൾക്കിടെയാണ് ആക്ഷൻ കൗൺസിൽ നിലപാട് ശക്തമാക്കുന്നത്. രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ തെരച്ചിൽ ഇന്നും തുടരും. 11ാം പോയിന്റിൽ ആണ് ഇന്നത്തെ തെരച്ചിൽ. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, നേരത്തെ നമ്മൾ ആലപ്പുഴയിലെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹത, അതിന്റെ ചുരുളഴിക്കാൻ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നത് ശരണ്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അതിൽ തന്നെ ഇത്തരം ചില സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. അതായത് ഒരു നിശ്ചിത അടിത്താഴ്ചയിൽ ശരീരാവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രദേശത്ത് നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് വനപ്രദേശമാണ്, കൃത്യമായി സ്പോട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നിരിക്കെ ഇങ്ങനെ ഒരു ആവശ്യം ന്യായമായി തന്നെയല്ലേ കണക്കാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, ഇത് ന്യൂസ് 18 തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വസ്തുതയാണ്. അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരുമെന്നത്. SIT തുടക്കത്തിൽ അങ്ങനെ ഒരു ആലോചനയും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് 40 വർഷത്തോളം ഉള്ള പഴക്കമുള്ള ഈ കൊലപാതക പരമ്പരകളാണ് അത്തരത്തിൽ വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നേത്രാവതി പുഴയുടെ ഓരത്തും റോഡ് പക്കത്തുമൊക്കെയാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രളയത്തിലും അത്തരത്തിലൊക്കെ വലിയ തോതിൽ മണ്ണ് ഇത്തരത്തിൽ ഒലിച്ചു പോയതും മണ്ണ് അടിഞ്ഞുകൂടിയതും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ എത്രത്തോളം പ്രായോഗികമാണ് ഈ കുഴിച്ച് തൊഴിലാളികൾ ഉപയോഗിച്ചുള്ള കുഴിച്ചു, അതുപോലെ തന്നെ ചെറിയ JCBകൾ ഉപയോഗിച്ച് ഇങ്ങനെ കുഴിക്കുന്ന സംഭവമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. നേരത്തെ SIT ആലോചനയിൽ ഉണ്ടായിരുന്ന GPR സംവിധാനം കൊണ്ടുവരണം, അത്തരത്തിലൊരു പരിശോധന നടത്തണമെന്നത്. എന്തായാലും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര കേസിൽ ഇനി സുപ്രധാന തീരുമാനത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ഇന്ന്. കാരണം ഇനി 3 പോയിന്റുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളവ പരിശോധിക്കാനുള്ളത്. അതായത് 11, 12, 13. ഇതിൽ 11, 12 റോഡിനോട് ചേർന്ന് നിൽക്കുന്ന നേരത്തെ ഉണ്ടായ അതേ സ്ഥലങ്ങളിലാണ്. 8, 9, 10 അതേ സ്ഥലങ്ങളിലാണ്. പക്ഷെ 13 ഈ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ്. ഈ മൂന്ന് ഇടങ്ങൾ ഒരു പക്ഷേ ഇന്ന് തന്നെ പൂർത്തിയാക്കിയേക്കാം. ഇനി എന്താണ് തുടർ ആലോചന? അത് ഏറ്റവും പ്രധാനമാണ് ഈ കേസിൽ. പ്രത്യേകിച്ച് ഇതിൽ സങ്കീർണത ഉള്ള ഒരു നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങൾ പരിശോധിക്കുമോ? ആ പ്രദേശം കൃത്യമായി ഏതെങ്കിലും പുഴയുടെ ഇതുവരെ പരിശോധിച്ചതെല്ലാം ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങൾ, റവന്യൂ ഭൂമി, ഒപ്പം പുഴയുടെ വശം വനഭൂമി, ഇത്തരം സ്ഥലങ്ങളിലാണെങ്കിൽ ഇനി അത് ഘട്ടം മാറുകയാണ്. ഈ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ ഉണ്ട് എന്ന് പറയുന്നു. 14ാം പോയിന്റ് അത്തരത്തിൽ ഒരു ഉന്നതനായ ഒരു വ്യക്തിയുടെ പറമ്പിലാണ്. അത് നേരത്തെ ഇത്തരത്തിൽ കുഴിച്ചു പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കോടതി ഉത്തരവോടുകൂടി, കോടതി അനുമതിയോടുകൂടി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അത്തരത്തിൽ 13 വരെ മാത്രം മാർക്ക് ചെയ്ത് SIT അത് പരിശോധിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇനി വളരെ സുപ്രധാന തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വരും. എന്താണ് SIT ഈ കാര്യത്തിൽ തീരുമാനിക്കുന്നത്? ഏതായാലും ഇന്നലെ വിശദമായ ഒരു കൂടിക്കാഴ്ച DGPയുടെ മേൽനോട്ടത്തിൽ നടന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് തീരുമാനം? ഇന്നത്തെ തെരച്ചിലോടുകൂടി ഇതുവരെ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ, അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ പൂർത്തിയാവുകയാണ്. ഇനി അടുത്ത് SITയുടെ നീക്കം എന്ത്? ഈ ഒരു കേസിൽ കൂടുതൽ പ്രദേശം, അതായത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളും കുഴിച്ചു പരിശോധിക്കും എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഏതായാലും ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ 6 പോയിന്റിൽ മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടിയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. SIT ആ കാര്യം പുറത്തുവിട്ടിട്ടുമില്ല. ഇനി അത്തരം സ്ഥലങ്ങളിൽ കുഴിച്ച് പരിശോധനയിൽ എന്താണ് SIT കണ്ടെത്തിയ കാര്യങ്ങൾ? ഒരു പക്ഷേ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഇതുവരെ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് ഇന്നുണ്ടാകുമോ? അതല്ല നാളെ ഇത്തരത്തിലൊരു തീരുമാനം, ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അത് തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഏറ്റവും നിർണായകമാവുന്ന ഒരു ദിവസമായി ഇന്ന് മാറുന്നത്. ഇന്നത്തോടുകൂടി അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെ പരിശോധന പൂർത്തിയാകുകയാണ്. 11:30 എല്ലാ ദിവസവും പരിശോധന ആരംഭിക്കൽ. ഇന്നും അത്തരത്തിൽ 11:30 പരിശോധന ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തുടർ നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഒരു കാര്യം കൂടി, അതായത് ഇതിലിപ്പോൾ ഈ അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തുന്നുവെന്ന ഒരു പരാതി ഉണ്ടല്ലോ സാക്ഷികളുടെ ഭാഗത്ത് നിന്ന്. അതിൽ ഊർജിതമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ ബൈജു?
തീർച്ചയായും ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ SIT സംഘത്തിൽ നിന്നും പ്രാഥമികമായി ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ DGP പ്രഖ്യാപിച്ചതാണ്. അത്തരം അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായി നമുക്കിപ്പോൾ വിവരമില്ല. പക്ഷേ ഇയാളെ ഈ സംഘത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ആ ആരോപണത്തിൽ മേൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മഞ്ജുനാഥ ഗൌഡ എന്ന് പറയുന്ന സിർസിയിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ. ഇയാൾ ഈ ഗുരുതരമായ ആരോപണമായിരുന്നു നേരത്തെ ഉയർന്നു വന്നിരുന്നത്. അതായത് സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഈ കേസിൽ നിന്നും പിന്മാറണം, ഇതൊരു വ്യാജ പരാതിയാണ്, അതുകൊണ്ട് തന്നെ ഇത് പിന്മാറും, ആ രീതിയിൽ വീഡിയോ വരെ ചിത്രീകരിച്ചു ഇയാളെ സ്വകാര്യ മൊബൈലിൽ നിന്ന് ഗുരുതരമായ ആരോപണം. ഇതേതായാലും ശരിവെക്കുന്ന രീതിയിലാണ് ഇയാളെ മാറ്റി നിർത്തിയെന്ന തുടക്കത്തിൽ തന്നെ ഈ SIT സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയ നടപടിയും ആ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച തീരുമാനവും വളരെ വൈകാതെ തന്നെ ഉണ്ടായേക്കാം. അഭിലാഷ്. ശരി, ധർമ്മസ്ഥലയിലെ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം മലയാളികളുടെ ഇഷ്ടതാരങ്ങളുടെ സംഘടനയായിട്ടുള്ള അമ്മയിൽ തെരഞ്ഞെടുപ്പാണ്. 15-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഈ വോട്ടെടുപ്പ് വലിയ വീറും വാശിയും ഉള്ള ഒരു പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. അതിനിടെ അവിടെ ഈ മെമ്മറി കാർഡ് വിവാദം ചൂടുപിടിക്കുന്നുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സഹോദരൻ PK ബുജേർ അറസ്റ്റിലായതോടെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കടുത്ത പ്രതിരോധത്തിലാണ്. മുൻകാലങ്ങളിൽ ഫിറോസ് സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി ഫിറോസ് ഭാരവാഹിത്വം ഒഴിവേണം എന്ന ആവശ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്നത്. തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും സഹോദരന് വേണ്ടി താനോ കുടുംബമോ ഇടപെടില്ല എന്നുമായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. അതുമാത്രവുമല്ല, 2 കുറ്റങ്ങൾ ആണ് ഈ ബുജേറിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഫിറോസ് പറഞ്ഞത്. അത് 1 പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, 2 പോലീസിനെ ആക്രമിച്ചു. ഇങ്ങനെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത് എന്നും ഫിറോസിന്റെ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നതല്ല ബുജേറിന്റെ രാഷ്ട്രീയം എന്നും അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയാണ് ഫിറോസ് പറയുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ബിനീഷ് കോടിയേരി നിരപരാധിയായിരുന്നു, എന്നിട്ടും ബിനീഷിനെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ. ആ സമയത്തൊക്കെ ഫിറോസ് അതിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന ചോദ്യം. അങ്ങനെ ഇടത് ഹാൻഡിലുകൾ ആണ് പ്രധാനമായും PK ഫിറോസിന് എതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ഫിറോസിൻ്റെ സഹോദരൻ പിടിയിലായത് അല്ലെങ്കിൽ അറസ്റ്റിലായിട്ടുള്ളത് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതാണ് കുറ്റമെങ്കിലും മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിൽ ബുജേറിനെ പിടികൂടിയത് എന്നതാണ് ഇതിൽ പ്രധാനം. ഈ ഒരു സാഹചര്യത്തിൽ ആണ് PK ഫിറോസ് പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫിറോസിൻ്റെ സഹോദരൻ പിടിയിലാകുമ്പോൾ അതും ലഹരി കേസുമായി ബന്ധപ്പെട്ട് തന്നെ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഈ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന നിലയിൽ ഒക്കെയാണ് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയിൽ പോര് കനക്കുമ്പോൾ വിവാദമാകുന്നത് മെമ്മറി കാർഡാണ്. അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കനക്കുകയാണ്. നടിമാരുടെ മൊഴികൾ ഉപയോഗിച്ച് കുക്കു പരമേശ്വരൻ പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നാണ് ആരോപണം. ഈ ആരോപണം കഴിഞ്ഞ ദിവസം ചിലർ ഉന്നയിച്ചുവെങ്കിൽ ഇപ്പോൾ നടിമാരായ പൊന്നമ്മ ബാബു, ഉഷ, പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ പേർ ഈ കുക്കു പരമേശ്വരനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. വളരെ രഹസ്യമായി ഒരിക്കലും പുറത്തു പോകില്ല, ഇത് തങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്ന മട്ടിലൊക്കെ ചിത്രീകരിച്ച വീഡിയോ ആണ് ഈ മെമ്മറി കാർഡിൽ ഉള്ളത് എന്നുള്ളതാണ്. ആ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭീഷണി എന്നാണ് പറയുന്നത്. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലും ഇന്ന് ചിത്രം വ്യക്തമാകും. അതിൽ തന്നെ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളിയേക്കും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. പ്രത്യേകിച്ച് സാന്ദ്ര ഈ നിർമ്മാതാക്കൾക്കിടയിലെ തന്നെ അസ്വാരസ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന ആൾ കൂടിയാണ്. സിനിമയ്ക്കകത്ത് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ആൾ കൂടിയാണ് സാന്ദ്ര. എന്തായാലും സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയേക്കുമെന്ന സൂചന പുറത്തു വരുന്നു. നവമി, ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച, അത് പുറത്ത് പബ്ലിക്കായി പറയുന്നതല്ല എങ്കിൽ പോലും ആരോപണങ്ങൾ ഉന്നയിച്ച നടിമാരുണ്ട്. ഇപ്പോൾ കൂടുതൽ പേർ കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വരുന്നതായി വിവരം. അതേസമയം ഇപ്പുറത്ത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളാനുണ്ടാകുന്ന പശ്ചാത്തലമെന്ത്?
അഭിലാഷ്, ഇന്നലെ നടി പ്രിയങ്കയും കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വന്നിരുന്നു. കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല, പകരം ഈ മെമ്മറി കാർഡ് അത് എവിടെ പോയി എന്ന് കൃത്യമായി തന്നെ അറിയിക്കണം, അത് കണ്ടെത്തി തിരിച്ചു വരണം. കാരണം ഒരുപാട് സ്ത്രീകളുടെ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ച ഒരു വേദിയായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് അതിന്റെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. അത് ഓരോ സ്ത്രീകളുടെയും ജീവിതമാണ്, അതിനെ ഇത്രയും നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രിയങ്ക ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം വനിതാ താരങ്ങൾ വ്യക്തമാക്കുന്നത്. അന്ന് യോഗത്തിൽ പങ്കെടുത്ത ഓരോ താരങ്ങളും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. പൊന്നമ്മ ബാബു ആയിക്കോട്ടെ, ഉഷ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കുക്കു പരമേശ്വരൻ പറയുന്നത് ആ മെമ്മറി കാർഡ് തൻ്റെ കയ്യിലില്ല, അത് ഇടവേള ബാബുവിന് KPC ലളിതയുടെ കയ്യിലായിരുന്നു, പിന്നീട് അത് ഇടവേള ബാബുവിന് കൈമാറി എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് കുക്കു പരമേശ്വരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അമ്മ സംഘടനയിലെ മറ്റ് സ്ത്രീ താരങ്ങളോ അല്ലെങ്കിൽ മറ്റു പുരുഷ താരങ്ങളോ ആരും തന്നെ ഇതിലൊരു വ്യക്തത വരുത്തുവാനോ ഇതിൽ പ്രതികരിക്കുവാനോ തയ്യാറായിട്ടില്ല. എന്തായാലും കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം സ്ത്രീകൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. അതിനുശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഈ പത്രിക തള്ളുമോ എന്നതിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അഭിലാഷ്, എന്തായാലും സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന്റെ കാരണവും ഇപ്പോൾ വ്യക്തമായിട്ടുമില്ല. യെസ്, അതാണ് അമ്മ, താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുകയാണ്. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയിലെ മത്സര ചിത്രവും ഇന്ന് വ്യക്തമാവുകയും ചെയ്യും. നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സാന്ദ്രയുടെ നോമിനേഷൻ തള്ളുമോ എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ നമുക്ക് വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് അധികമായി എത്തിക്കാം. നേരത്തെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ റിപ്പോർട്ടിലേക്ക്, അതായത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ PK ബുജേർ അറസ്റ്റിലായതോടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പ്രതിരോധത്തിലാണ്. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, മുൻകാലങ്ങളിലടക്കം ഫിറോസ് എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഇടത് ഹാൻഡിലുകൾ ആണ്. അവിടെ ഏറ്റവും ചർച്ചയാകുന്നത് ബിനീഷ് കോടിയേരിയുടെ പേര് തന്നെയാണ്. ഇത്തരം വിമർശനങ്ങളെ, ഇടത് ഹാൻഡിലുകളിലെ എതിർപ്പുകളെ എങ്ങനെയാണ് ലീഗും യൂത്ത് ലീഗും ഒക്കെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, തീർച്ചയായും ഇടത് ഹാൻഡിലുകൾ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ബിനീഷ് കോടിയേരി സംഭവം ചൂണ്ടിക്കാട്ടിയാണ് വിമർശന ശരങ്ങളേറെയും ചെയ്യുന്നത്. കാരണം ഈ ബിനീഷ് കോടിയേരിയുടെ ഈ ബാംഗ്ലൂരിലെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും ഇക്കാര്യത്തിൽ ആരോപണ വിധേയരായ ആളുകൾ മാറി നിൽക്കണം, ഈ അധികാരം ഉപയോഗിച്ച് ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരി വൈകാരികമായ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ കുറച്ചൊരു 10-15 വർഷം കൂടിയെങ്കിലും ജീവിക്കേണ്ടിയിരുന്ന തൻ്റെ പിതാവിനെ പെട്ടെന്നൊരു മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇത്തരം ആരോപണങ്ങളാണ്. ആരോപണങ്ങളിൽ നിന്ന് ഉയർന്ന വേദനയാണ്. ഒരു മയക്കുമരുന്ന് കടത്തുകാരൻ്റെ അച്ഛനെന്ന ഒരു പേരുദോഷം അദ്ദേഹത്തിന് കേട്ടിരുന്നു. ഒപ്പം അവസാന നാളുകളിൽ അച്ഛനൊപ്പം നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പോലും കഴിയാതെ വന്ന ഒരു മകൻ്റെ മാനസിക ബുദ്ധിമുട്ട് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് 1 വർഷവും 1 ദിവസവും ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് പിന്നീട് ആ കേസിൽ യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് കോടതി പറയുകയും ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത്. ഇതിനെല്ലാം ഒരു കുന്തമുന നീളുന്നത് PK ഫിറോസിന് നേരെയാണ്. കാരണം അദ്ദേഹമാണ് ഈ ആരോപണം ഏറ്റുപിടിച്ച് ആദ്യം വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ സാമൂഹ്യ സമ്മർദ്ദം ശക്തമായതോടെ വലിയ പേരുദോഷമാണ് തനിക്കുണ്ടായത് എന്ന് ബിനീഷ് കോടിയേരി പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അക്കമിട്ട് തന്നെ ഇന്നലെ PK ഫിറോസ് മറുപടി നൽകുന്നുണ്ട്. കാരണം കുടുംബത്തിലെ ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു എന്ന പേരിൽ തന്നെ എന്തിനാണ് ക്രൂശിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യത്തിൽ ഇടപെടുന്നതിനോ അല്ലെങ്കിൽ ഈ സഹോദരനെ രക്ഷപ്പെടുത്തുന്നതിനോ താനും തൻ്റെ കുടുംബവും ശ്രമിക്കുന്നില്ല. ഒപ്പം കോടിയേരി ബാലകൃഷ്ണനെതിരായി ഉയർത്തിയ അല്ലെങ്കിൽ ബിനീഷിനെതിരായി ഉയർത്തിയ ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടിയും പറയുന്നു. ഈ മകൻ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ ഒരിക്കലും താൻ കോടിയേരി ബാലകൃഷ്ണനെ പഴി പറഞ്ഞിട്ടില്ല എന്നാണ് PK ഫിറോസ് പറയുന്നത്. അതിൻ്റെ പേരിൽ അന്ന് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ BJP പ്രതിനിധികൾ തന്നോട് പലപ്പോഴും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് CPM തള്ളി പറയുന്നില്ല എന്നൊക്കെ അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെന്നും അദ്ദേഹം
പറയുന്നുണ്ട്. അന്നും ഇന്നും തൻ്റെ നിലപാട് കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ക്രൂശിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ബിനീഷ് കോടിയേരിയുടെ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഈ പാർട്ടിയാണ് ഭരണം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സ്വാധീനം ഭരണത്തിലുണ്ട്. അപ്പോൾ അധികാര ശ്രേണിയിൽ ഇരിക്കുന്ന ആളുകൾ ആ സ്ഥലത്ത് നിന്നും മാറി നിന്ന് അന്വേഷണമൊക്കെ നടക്കുമ്പോൾ ഇടപെടാതിരിക്കുക എന്നതാണ് സാമാന്യ മര്യാദ. മറിച്ച് ഒരു പ്രതിപക്ഷ യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന താൻ ഏത് തരത്തിലാണ് അന്വേഷണത്തെ സ്വാധീനിക്കുകയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ ബുജേറിനെ വൈദ്യപരിശോധനയൊക്കെ നടത്തി കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടർ ചർച്ചകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ വലിയ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പി കെ ഫിറോസ് ഇപ്പോൾ വീണിരിക്കുന്നതും. അതാണ്, സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും പി കെ ഫിറോസ് വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ഈ വാർത്തകൾ നിരവധി ഉള്ള ദിവസമാണ്, പ്രത്യേകിച്ച് ധർമ്മസ്ഥലയിലെ പരിശോധന, അതേസമയം ആലപ്പുഴയിലെ ദുരൂഹത നീക്കുന്നതിനുള്ള പരിശോധന, അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പ്, പി കെ ഫിറോസിൻ്റെ രാഷ്ട്രീയ ഭാവി, ഇങ്ങനെ നിരവധിയായ വാർത്തകൾക്ക് ഫോളോ അപ്പ് ഉള്ള ഒരു ദിവസം ആണ് കടന്നു വരുന്നത്. ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. ന്യൂസ് ട്രെൻഡ്സ് ആണ് ഇടവേളയ്ക്ക് ശേഷം 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.